കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കട്ടപ്പന തങ്കമണി സിഐമാരുടെ നേതൃത്വത്തിലെ സംഘം അന്വേഷിക്കും. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നു. സുബിൻ, ഇന്നാണ് സാബുവിന്റെ സംസ്കാരം നടന്നതും. പക്ഷെ പ്രതിഷേധം തുടരുക തന്നെയാണ്. കാരണം ഇത് അങ്ങനെ അവസാനിപ്പിച്ചു പോകേണ്ട വിഷയമല്ല എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. BJP പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് എന്തൊക്കെയാണ്? ഈ അന്വേഷണ സംഘം എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കും? പ്രധാനമായും ഇപ്പോഴും ഈ സാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ കെട്ടടങ്ങാത്ത ഒരു സാഹചര്യമാണ് കട്ടപ്പനയിലുള്ളത്. ആദ്യം BJP ആണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സാബുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കട്ടപ്പന പോലീസ് സ്റ്റേഷനും പ്രധാന റോഡും BJP പ്രവർത്തകർ ഉപയോഗിച്ചു. അവരുടെ പ്രധാന ആവശ്യം എന്നുള്ളത് ഈ ആരോപണ വിധേയരായിട്ടുള്ള ജീവനക്കാരെ അറസ്റ്റ് ചെയ്യണം, ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. കൂടാതെ ഈ സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM മുൻ ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള VR സജിയെ അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും അവർ മുമ്പോട്ട് വെച്ചത്. പക്ഷേ ഈ പ്രതിഷേധങ്ങളെല്ലാം അരങ്ങേറുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട കേസ് അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധം നിറഞ്ഞ അല്ലെങ്കിൽ പ്രതിഷേധാർഹമായ ഒരു കാര്യം എന്നുള്ളത്. അതായത് ഇപ്പോൾ നിമിഷങ്ങൾക്ക് മുമ്പാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് പോലും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ്. കട്ടപ്പന തങ്കമണി CIമാരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തെയാണ് ഈ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. 9 പേരാണ് ഈ സംഘത്തിലുള്ളത്. TK വിഷ്ണുപ്രദീപാണ് ഈ സംഘത്തെ നിയോഗിച്ചത്. അദ്ദേഹമാണ് ഈ ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നതും. നിലവിലിപ്പോൾ പ്രാഥമികമായി ഈ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനിതുവരെ പോലീസ് തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട്. വീട്ടിലെത്തി ഈ സാബുവിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി നിലവിൽ രേഖപ്പെടുത്തി അവരുമായി ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടാതെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള പ്രാഥമികമായ പരിശോധനകളുമാണ് നിലവിൽ പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല. അടിയന്തരമായി തന്നെ ഈ ആരോപണ വിധേയരായിട്ടുള്ള ജീവനക്കാരെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ ഒരു പ്രതിഷേധങ്ങളെല്ലാം നടന്നപ്പോഴും DYSP എത്തി ഉറപ്പ് നൽകിയത് ഈ സാബുവിന്റെ മൃതസംസ്കാരം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തും, മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതായിരുന്നു ഈ പ്രതിഷേധക്കാർക്ക് നൽകിയിരുന്ന ഉറപ്പ്. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. അതാണ് ഈ ഒരു പ്രതിഷേധങ്ങൾക്ക് തുടർ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. BJP ഈ പ്രവർത്തകരെ അത് ഈ റോഡ് ഉപരോധിച്ച് ഏകദേശം ഒരു അരമണിക്കൂറോളം റോഡ് ഉപരോധിച്ചു. ഇതിനുശേഷം പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിഷേധവും കട്ടപ്പന ടൗണിൽ നടന്നു. ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പന്തം കൊളുത്ത് പ്രകടനം നടക്കാനുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായ പ്രതിഷേധങ്ങൾ കട്ടപ്പനയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ നിരവധി തവണ ബാങ്കിൽ കയറി ഇറങ്ങിയിട്ടും ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ബാങ്കിൽ കയറി ഇറങ്ങിയിട്ടും അദ്ദേഹത്തിന് ആവശ്യമുള്ള തുക നൽകാൻ, അദ്ദേഹത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആവശ്യമായ തുക നൽകാൻ ബാങ്ക് തയ്യാറാകാതിരുന്നതാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അതുകൂടാതെ ഈ ബാങ്കിലെ ജീവനക്കാർ ചെല്ലുമ്പോഴെല്ലാം അപമാനിച്ചതും ഈ അവസാന ദിവസം ഈ മർദ്ദിച്ചതുമെല്ലാം തന്നെ അദ്ദേഹത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു, വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ VR സജിയെ വിളിക്കുന്നത്. ഈ ബാങ്ക് ജീവനക്കാരുടെ ഒരു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് അദ്ദേഹം VR സജിയെ വിളിക്കുന്നത്. അവിടെ നിന്നും അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അടിക്കും, തനിക്ക് പണി തരത്തില്ല, എന്നിട്ട് താൻ അടി മേടിക്കും എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഭീഷണി CPM നേതാവിന്റെ ഭാഗത്തുനിന്ന് VR സജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് അദ്ദേഹം കൂടുതൽ മാനസിക സംഘർഷത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം അദ്ദേഹം ഭാര്യയെ വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്തിരുന്നു. ഭാര്യയും ഈ ഒരു ആരോപണം മുമ്പോട്ട് വെക്കുന്നത് VR സജിയുടെ ആ ഒരു ഫോൺ കോളിന് ശേഷമാണ് അദ്ദേഹം കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയത്. VR സജിയുടെ ഭീഷണിയാണ് ആത്മഹത്യക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ശരി സുബിൻ.